ഇന്നത്തോടെ വണ്ടി പോയ കോലം നോക്കാം. നമ്മളെ മെമ്പറതാ കഴിഞ്ഞ പ്രാവശ്യം റബ്രൈസർ ആക്കുമെന്ന് പറഞ്ഞ റോഡാണിത്. അവര് ഭരിക്കുമ്പോഴൊക്കെ നല്ല റോഡേന്നത്. അവര് ഭരിക്കുമ്പോഴേ ഇവിടെ 25 വീടുണ്ടാക്കി കൊടുത്തു. ഈ വാർഡത്ത് ആൾക്കാർക്ക് 150 ആൾക്കാർക്ക് ഒരു പെൻഷന്റെ പൈസ കൊടുക്കണം. നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മള് കൗൺസിലർ ഒന്ന് പോയിട്ട് കാണാം. അതാ നല്ലത്. കണ്ടിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട വോട്ടർമാർക്ക്. സാഹിബ എന്താ സാഹിബ നമ്മളെ റോഡിന്റെ അവസ്ഥ? നമ്മൾ ആ റോഡ് റബ്ബറൈസ് ആക്കുമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ വോട്ട് പിടിച്ചു. എടാ നിങ്ങൾ വിചാരിക്കണ മാതിരി അല്ലടാ, ഫണ്ട് കിട്ടില്ലടാ. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനെല്ലാം ഫണ്ട് കിട്ടുന്നുണ്ട്. MP, MLA, മുനിസിപ്പാലിറ്റി ഇതെല്ലാം സാധിച്ചിട്ട് നമ്മളിതൊന്നും ചെയ്തു കൊടുത്തില്ല. എടാ നിങ്ങൾ വിചാരിച്ച മാതിരിയല്ലടാ, ഫണ്ട് കിട്ടി റെഡി ആയിട്ട് കിട്ടണ്ടേ. നിങ്ങൾ റബ്രൈസർ ഒന്നും ചെയ്യുന്നത് ജസ്റ്റ് ആരെങ്കിലും ചെയ്തെന്നൂടെ? നമ്മൾ കുട്ടികൾക്ക് ഇവിടെ സ്റ്റേഡിയം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അവർക്ക് ഒരു ബോർഡെങ്കിലും വാങ്ങിക്കൊടുത്താ ശരിയാക്കണം. ഞാന് ഒക്കെ ഞാൻ ശരിയാക്കും. ധൈര്യമായിട്ട് പോയി ഞാൻ ശരിയാക്കും. സാഹിബ ചെക്കന്മാരൊക്കെ ആകെ അടഞ്ഞു കിട്ടാം. മൂത്തതൊക്കെ ഇലക്ഷനാ വരുന്നത്. നമുക്കതിനെ മത്സരിക്കാനുള്ളത്. റോഡിന്റെ അതിന്റെ അവസ്ഥകൾക്ക് അറിയില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഇതിൽ വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരൊറ്റ കുട്ടൻ ബിരിയാണി ഒരു 50 കിലോന്റെ വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തത്. ഇത് നമ്മൾ എത്ര കണ്ടതാ. എന്തായാലും വേണ്ടില്ല. നിങ്ങൾ ഇനിയിപ്പോൾ റോഡ് ശരിയായാലും വേണ്ടില്ല, ഒരു കൊട്ട മണ്ണെങ്കിലും ആ റോട്ട് മേടിക്കും. 4 ആൾക്കാരടിക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും വോട്ട് വെച്ചിട്ട്. ഒരു കൊട്ടല്ലടാ, നമ്മള് 101 കൊട്ട എടുക്കാം. ആൾക്കാർ കേട്ടാ പോരെ, 101 കൊട്ട. സാഹിബ ഞാൻ അപ്പം വരാം. ഹലോ എടാ ജമാലെ, ഇജി പിന്നെ നമ്മളെ മറ്റേ പൊളിഞ്ഞ റോഡതാ, അവിടെ ഒരു 101 കൊട്ട മണ്ണാണ് പറഞ്ഞത്. സാഹിബ ചർച്ചി ഇത് വനിതാവാനാണ്. പൊളച്ചോല് ചതിച്ചല്ല, ഇന്റെ 101 കൊട്ട മണ്ണ.